അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാട്ടർ മെട്രോയിലേക്ക് കയറുകയാണ്. ഇതിനു മുമ്പ് കയറാത്ത കാണാത്ത കേൾക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് AC ഒക്കെ സെറ്റപ്പാ. കയറി ഇരുന്നോടി ഒരു സൈഡില്. അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. നമ്മൾ എത്തിയല്ല, നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീരുന്നതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ നമ്മൾ നമ്മുടെ കപ്പലിലേക്ക് കയറുകയാണ്. ഇവർക്കൂടെ 6 രൂപ മുടക്കുള്ള ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നു. എന്തോ ഒരു ഫോം ഇവിടെ അടിക്കുന്നുണ്ടല്ലോ. ഇത് മൊത്തം കല്ലൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ ഇത് രാത്രിയിലൊക്കെ കയറി വരുവാണേ പേടിയാവും. അവിടുന്ന് ഇവിടുന്നൊക്കെ സൗണ്ട് കേട്ടിട്ട് പേടിയാവും. എൻ്റെ പോലെ ഇറങ്ങിപ്പോയേക്കാം. പ്രേതാലയമാണിത്. മറൈൻ ഡ്രൈവിലുള്ള 5G മൊബൈൽ കടയാണ്. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഓരോ ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ കയറട്ടെ കേട്ടോ. ഹെലികോപ്റ്ററോ? ഹെലികോപ്റ്റർ ഞാൻ കണ്ടുപോലും. അതിന്റെ അടിയിൽ കെട്ടി തൂക്കിട്ടേക്കുന്നുണ്ടോ? അതിനെന്നറിയാവോ, അധികം മുകളിലോട്ട് പൊങ്ങാൻ പാടില്ല. വെയിറ്റ് കെട്ടി തൂക്കിട്ടേക്കുന്നല്ലേ? നിന്നെ സമ്മതിക്കണം കേട്ടോ. ചേട്ടൻ ചിരിക്കുന്നു. നമ്മുടെ വണ്ടി കിടക്കുന്നുണ്ട് സുരക്ഷിതമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ ചോദിച്ചപ്പം ഇവിടെ കൊച്ചി നഗരസഭയുടെ സമൃദ്ധി എന്ന് പറയുന്ന ഒരു ഫുഡ് കോർട്ട്, അതായത് ഭക്ഷണമൊക്കെ കിട്ടുന്ന ഒരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അവിടെ വന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കണം. നല്ല തിരക്കാണ്. അപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഈ ചാൻ ക്യൂ നിൽക്കാൻ പോയതാട്ടോ. ഫോട്ടോ എടുക്കാം. വേണ്ട, വാ. ഈ മരത്തിന്റെ ചോട്ടിന്ന് ഫോട്ടോ വരുന്നു, വാ. ഞാൻ അവളൊരു ചലഞ്ചിന്റെ കാര്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു വേറൊരു ചലഞ്ച് ചെയ്യാന്ന് പറഞ്ഞു. അതിന് തുള്ളി പോവാണ്. പറഞ്ഞു എഴുതി വെച്ചിട്ടുണ്ട്. നടന്നു കയറാൻ തന്നെയല്ലേ എഴുതി വെച്ചേക്കുന്നേ? അല്ല, ഓടണമെന്നാ. നമ്മളിവിടെ ഒരു പാർക്കിംഗ് കൊണ്ട് വണ്ടി ഇട്ടു. പേ പാർക്കിംഗ് ആണ്. കാരണം ഇവിടെ ആകുമ്പം വണ്ടി സേഫായിട്ട് കിടന്നോളൂല്ലോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോയാലോ? നീ മകൻ ഡ്രൈവ് കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഇല്ല. സത്യം കേട്ടിട്ടുണ്ട്. ഇല്ലല്ലോ, കണ്ടിട്ടില്ലല്ലോ. സത്യം പറഞ്ഞല്ലേ? എന്നാ പോട്ടെ. ചൂടാവാണ്. രാവിലെ തൊട്ട് ഭയങ്കര ചൂടിലാണ്. കാരണം ഞങ്ങൾ വന്ന വഴിക്കൊന്ന് അടിയുണ്ടാക്കി. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊരിഞ്ഞ അടിയായിരുന്നു. എൻ്റെ ദൈവമേ, പോന്നു. ഇത് ലക്ഷ്യമൊന്നും ഇല്ലാതെ പോവാ. എടി ഇങ്ങോട്ട് വാടി. എടി എവിടെ പോവാ നീ? ചുമ്മാ എടി എടുത്ത് ചാടല്ലോ. ഇത് ഇവിടെയാ. എടി വെള്ളം വരെ എവിടെയാണ്? എടുത്ത് ചാടല്ലേ. ദൈവമേ, എങ്ങോട്ടാ പോന്നേ? എടപ്പാനാ ഉദ്ദേശിക്കുന്നു? എങ്ങോട്ടേലും പോവാം. എന്തും മുന്തും ഇല്ലാത്ത പോക്കാണോ? മറൈൻ ഡ്രൈവിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ഇതാണ് മറൈൻ ഡ്രൈവിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുന്നത്. ഇങ്ങനെയാണോ? ചേമ്പൊക്കെ ഉണ്ട് കേട്ടോ സൈഡിൽ കൂടെ. ഇത് ചേമ്പല്ലടി, കാട്ടുചേമ്പാ. സാധാ ഒരു ചേമ്പ് പോലെ തോന്നുന്നില്ലല്ലോ. അതിന്റെ ഇലക്ക് എന്താ പ്രത്യേകതയുണ്ട്? അതാ പറഞ്ഞ പറിച്ച് തിന്നാൻ കൊള്ളുന്ന ചേമ്പാന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തോ ഒരു പ്രത്യേക രീതിയിലുള്ള നല്ല ചീഞ്ഞ മണം. മണമല്ല, നല്ല ചീഞ്ഞ മണം. അതായത് ഈ കടലിന്റെ തീരത്തൊക്കെ വരുമ്പോ ഒരു മണമില്ലേ, ആ ഒരു മണമാണ്. അതെ, കടൽ തീരം അല്ലേടി ഇത്? അതെ, കടലിന്റെ തീരതേ കടല്. ഇതാണ് മറൈൻ ഡ്രൈവ്. നമ്മുടെ കൊച്ചി കടലാണ് കണ്ടോണ്ടിരിക്കുന്നത്. കൊച്ചി കായലടി, കടലല്ല. കടലല്ല, കായല്. കൊച്ചി കടല്. ഇവിടെ 2 മണിക്കൂർ പാർക്കിങ്ങിന് 50 രൂപ കൊടുത്ത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നടക്കുവാണ്. നടക്കുക. ഫോണിൽ ചാർജ് ഉണ്ടോ? അതറിയാൻ മേലത് തോന്നുന്നുണ്ടോ? ഇതുണ്ട്. അവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, എഴുതി വെച്ചേക്കുന്നുണ്ട്. അതിനടി എന്നത്? അപ്പൊ ആരുടെ? അബ്ദുൽ കലാം അല്ലേ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. APJ അബ്ദുൽ കലാമിന്റെ ഫോട്ടോ അല്ലേ ഇരിക്കുന്നത്? അതെ അതെ അതെ. രണ്ട് ഷിപ്പൊക്കെ അല്ലേ കിടക്കുന്നത്? എവിടെ? ഓ, അക്കരെ കിടക്കുന്നത് അല്ലല്ലേ? എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ഇതാ കാണുന്നു. ബോട്ടല്ലേ അത്? അതിനാണ് ബോട്ട് ജെട്ടിയത്. നല്ല രസമല്ലേ കാണാൻ? ഇവിടെ നടക്കാനൊക്കെ നല്ല. നമുക്കൊരു സായിപ്പിന് ചലഞ്ച് കൊടുത്താലോ? സംസാരിക്കാൻ അറിയാമെങ്കിൽ കൊടുക്കാം. സ്കൂളിൽ വിട്ട് പഠിക്കണമായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ നടക്കുവാണ്. ഈ സൈഡിൽ മൊത്തം ചെടികളും അതും ഇതെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. രസമുണ്ട്. അങ്ങനെയുണ്ട്. കൊച്ചിയുടെ നല്ല രസമുണ്ടല്ലോ. ഇവിടെ ഒരു കാറ്റും തണുപ്പൊക്കെ ഇല്ലേ? കടലാ ഇവിടെ മൊത്തം. കടലും ഒരു സൈഡ് കടലാന്ന് തോന്നുന്നില്ല കേട്ടോ. കാരണം അപ്പുറത്തെ വശത്ത്
കരയാ. കരയല്ലടി അത്, കപ്പലടിയാ കിടക്കുന്നേ. അതല്ല, കണ്ടോ അവിടെ പച്ചപ്പൊക്കെ പുല്ലൊക്കെ കണ്ടില്ലേ? അത് നോക്ക്, എന്നാ പുല്ല് കാണുന്നത്? അത് മറ്റേ കടലിന്റെ നടുക്കാ, കായലിന്റെ നടുക്കാ പച്ചപ്പ്. അവിടെ ബിൽഡിംഗ് ഒക്കെ കണ്ടില്ലേ ചായ? അത് അങ്ങ് അപ്പറേ. അതെ അത് ശരിയാ. ഈ പച്ചപ്പ് കാണുന്നത് എന്നതാ? നടുക്കല്ലേ കാണുന്നേ? അത് നടുക്കാ, അങ്ങനെയല്ല. കടലാകുമ്പോ നമ്മൾ ഇങ്ങനെ ഫുള്ളായിട്ട് അങ്ങനെയല്ലേ കാണുക. അതെ 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 അതെ. ഇത് കായല് പോലെ ഫീൽ ചെയ്യുന്നില്ലേ? കായലാ? കടലല്ല, കായലാണ്. ആർക്കറിയാം. അതിന് അപ്പൊ നമ്മൾ ഇങ്ങനെ നടക്കാണ്. ബോട്ടിംഗ് നല്ല രസമുണ്ട് ഇതിൽ കൂടെ. എന്തായാലും വെയിലൊന്നുമില്ല, ഇപ്പം തണുപ്പുണ്ട്, ചെറുതായിട്ട് കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ടൊരു സുഖമുണ്ട്. ഇല്ലെങ്കിൽ പെട്ടുപോയാ. ഇവിടെ വന്നിങ്ങനെ ഇരിക്കാനൊക്കെ സുഖമാട്ടോ, ആൾക്കാർക്ക് നല്ല അല്ലേ? ഒരു ശാന്തത. അതെ അതെ. കടല് നോക്കി മനസ്സ് അലങ്കോലമായി കിടക്കുന്നവർക്ക് ഇവിടെ വന്നിരുന്ന ഇച്ചിരി ശാന്തമായിട്ടിരിക്കും. നീ വന്നിരിക്കണം. മുമ്പ് എന്നതായിരുന്നു നീ കാട്ടിയത് അവിടെ ഇരുന്നുണ്ട്? മുമ്പേ ഉണ്ടല്ലോ ഞങ്ങളെ വീഡിയോ എടുത്തോണ്ട് എന്തായാലും ഇവിടെ വയലന്റ് ബോട്ടാട്ടോ, പിടിക്കുന്ന ബോട്ടാന്ന് തോന്നുന്നു. അപ്പുറം കിടക്കുന്ന ഇതോ? ഇല്ല, ഈ പോകുന്ന ഇത് മീൻ പിടിക്കുന്ന ബോട്ടല്ലേ? അല്ല, ആൾക്കാര് പോകുന്നുണ്ടല്ലോ അതില്. അതെ അതെ, ആളുണ്ടല്ലോ. ആളുണ്ട് കേട്ടോ. ചുമ്മാ കടലിൽ കൂടെ പോകുന്നതായിരിക്കും. ചുമ്മാ ഇങ്ങനെ ഇതുണ്ട്, വിനോദസഞ്ചാരം അതായിരിക്കും. ഷിപ്പ് കിടക്കുന്നുണ്ടോ? ചെറിയ ഷിപ്പ് ഉണ്ടോ? എന്തായാലും ഞങ്ങള് ചെറിയ കപ്പൽ കിടക്കുന്നുണ്ടോ? ചെറിയ കപ്പലാ. കപ്പലുണ്ട് നീ? അത് കപ്പലാണോ ചായ? എടി കപ്പലടി ഇതേ കിടക്കുന്ന ഇത് കണ്ടോ? അത് കപ്പലാ. കണ്ണും പിടിക്കുന്നില്ലപ്പാ. കണ്ണാടി മേടിക്കണം. വയസ്സായില്ലേ? പ്രായമൊക്കെ ആയോണ്ട്. വാ നമുക്ക് പോവാ. മല കയറണോ? ഇതിന്റെ മണ്ടക്കട കയറി പോവാ. കേറണോ? ഒരു മല കേറിയതിന്റെ ഇത് ഇതുവരെ തീർന്നിട്ടില്ല. ഏതാ? മലയാറ്റൂര്. പക്ഷെ ഇത് നല്ല, ഇതിനെന്തോ പറയുന്ന പേരുണ്ട്. ഇതുണ്ട് എഴുതി വെച്ചേക്കുന്നത്, വായിക്കാവോ? എഴുതി വെച്ചേക്കുന്നു. എന്താ എഴുതി വെച്ചിരിക്കുന്നത്? എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. മേളിൽ കയറുന്ന ചീനവല പാലം. ഇതാ ചീനവല പാലം. ചീനവലയുടെ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അല്ലേ? ചീനവലയുടെ ഷേപ്പ് ഉണ്ട്. കൊള്ളാം അല്ലേ? കൊള്ളാം കൊള്ളാം. ഉണ്ടോ? അത്യാവശ്യം ഒരു സൈഡിൽ ചീഞ്ഞ് കിടക്കുന്ന വെള്ളം. അതെ, ചീഞ്ഞ് കിടക്കുന്ന വെള്ളം. സത്യം. ഭയങ്കര സ്മെല്ല് വരുന്നില്ലേ? ഉണ്ടോ? ഈ ഒരു സൈഡിലേക്ക് കടലും. കണ്ടു കണ്ടു കാക്കക്കുയിൽ. അങ്ങനെ ഇവിടെ വേറൊരു സാധനം ഉണ്ട് കേട്ടോ. എവിടെ? ഇതല്ലേ പുല്ലുകൊണ്ടുണ്ടാക്കിയ? പുല്ലല്ല, അത് ഓടയാന്ന് തോന്നുന്നു. ഓട. ഓലയോ? ഓട. എന്തുവാണോ അറിയില്ല. ഇതെന്നാടി? എന്തോ ഒരു കടയാണെന്ന് തോന്നുന്നു. എന്തത്? കടയോ? കടയൊന്നും അല്ലടി. ഇത് പഴയ ഏതോ ഒരു കടയാ. എന്തോ ആയിരുന്നു. അതിനകത്തോട്ട് കേറണ്ട. അതിനകത്ത് മൊത്തം അവശിഷ്ടങ്ങളാ. ആണല്ലേ? ഇവിടെ കല്ല് കെട്ടി തൂക്കി കണ്ടോ? ഇത് കണ്ടോ? അതിനാടിയാ തൂങ്ങി കിടക്കുന്നത്? ടയറാ അത്? ടയറൊന്നും അല്ല, അതിന്റെ അടിയിലൊരു വലിയ ഉരുണ്ടൊരു സംഭവം കണ്ടോ? എവിടെയാ? ഹെലികോപ്റ്ററിന്റെ അടിയിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടോ? ഹെലികോപ്റ്ററോ? ഹെലികോപ്റ്റർ ഞാൻ കണ്ടുപോലും. അതിന്റെ അടിയിൽ കെട്ടി തൂക്കിയിട്ടേക്കുന്നുണ്ടോ? അതിനെന്നറിയാവോ? അധികം മുകളിലോട്ട് പൊങ്ങാൻ പാടില്ല. വെയിറ്റ് കെട്ടി തൂക്കിയിട്ടേക്കുന്നല്ലേ? നിന്നെ സമ്മതിക്കണം കേട്ടോ. ചേട്ടൻ ചിരിക്കുന്നു. ഹെലികോപ്റ്റർ മേളിലേക്ക് പൊങ്ങാൻ പാടില്ല, കല്ല് കെട്ടി തൂക്കിയിട്ടേക്കുന്നത്. എന്താ പറയാ, ഞാൻ എന്ത് പറയണം? സംസ്ഥാന ജലഗതാഗത വകുപ്പിന്റെ എന്നത് ബോട്ടിംഗ് ഉണ്ടാവും ഇവിടെ. ബോട്ടിങ്ങിന്റെ ആണോ എന്തോ സംഭവം? ഇത് നോക്കിയാ പെട്രോൾ അടിക്കുന്നതാണ്. മറ്റേ ബോട്ടിന് പെട്രോൾ അടിക്കുന്നു. അതാന്ന് തോന്നുന്നല്ലേ സംഭവം. കടലിൽ കൊണ്ട് പെട്രോൾ പമ്പ് സ്ഥാപിച്ചേക്കുന്നു, കായലില്. നടന്ന് വീണ്ടും ഒരു സ്റ്റെപ്പിൻ്റെ അടുത്തെത്തി. അവിടെ സ്റ്റെപ്പ് പക്ഷേ ക്ലോസ് ചെയ്തേക്കാൻ മണ്ടൽ. അവിടെ ക്ലോസ് ചെയ്തേക്കുവാണല്ലേ? അങ്ങോട്ട് പോകത്തില്ലാന്ന് തോന്നി. അങ്ങോട്ട് പോകത്തില്ല. ഇവിടെ കുറെ പഴകി തുരുമ്പിച്ച ബോട്ടൊക്കെ കിടപ്പുണ്ട്. ഇതേക്കടി ചെളി വേസ്റ്റൊക്കെ കിടക്കുന്നത്. വേസ്റ്റ് കിടക്കുന്നത് കരി പോലത്തെ കറുത്ത വെള്ളവും വേസ്റ്റും. നല്ല ശുദ്ധമായ കൊച്ചിയിലെ മൊത്തം വേസ്റ്റും കടലിനകത്താന്നാ തോന്നുന്നു. അതെ, മൊത്തം ഇവിടെ വന്ന് അടിയുന്നതിന് ഇതേ പോകുന്നുണ്ടോ ഹെലികോപ്റ്റർ? ഇതിലിടങ്ങാണ്ട് വരുന്നുണ്ട്. കാണുന്നില്ലോടി, ഇതാ പോകുന്നു. ഇത് കണ്ട് ഇതേ പോകുന്നു.
കാണുന്നില്ലല്ലോ. കണ്ടോ? ഇല്ല. എറണാകുളം ബോട്ട് ജെട്ടി കേട്ടോ. എറണാകുളം ബോട്ട് ജെട്ടി എന്ന് ബോർഡ് കണ്ടു. അതായത് നമുക്ക് അങ്ങോട്ട് കയറി പോയെന്നെ. എങ്ങോട്ട് പോവാ? എവിടെ പോവാ? ആ കണ്ടത് എറണാകുളം ബോട്ട് ജെട്ടി ആയിരുന്നു കേട്ടോ. ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ഈ ബോട്ട് ജെട്ടി അതായത് 2 സ്ഥലത്തേക്ക് പോവാം. രണ്ടേ ഉള്ളൂ. ഫോർട്ട് കൊച്ചി വൈപ്പിനെ നമ്മൾ ചോദിച്ചുള്ളൂ. ഫോർട്ട് കൊച്ചിക്കും പോവാം, വൈപ്പിനും പോവാം. അപ്പൊ 6 രൂപയുള്ളൂ എന്നാ പറയുന്നേ. 20 മിനിറ്റ് യാത്രയുണ്ട് കേട്ടോ. ഒരിടത്തേക്ക് ഫോർട്ട് കൊച്ചിയിലേക്ക് 20 മിനിറ്റും മറ്റേ 25 ഏകദേശം. അതാണ്ട് അരമണിക്കൂർ. 6 രൂപ കൊടുത്താലും അത്ര പോരെ അല്ലേ? അടിപൊളിയല്ലേ? കടലിൽ കൂടെ ഞങ്ങളിതിലേക്ക് ഇറങ്ങിയിട്ട് അതിലേക്ക് കയറുമ്പോൾ കാണിക്കാം കേട്ടോ. നമ്മൾ നടന്ന് KSRTC ബസ് സ്റ്റാൻഡ് എത്തിയിട്ടുണ്ട് കേട്ടോ. ബോട്ട് ജെട്ടിയുടെ അടുത്തുള്ള KSRTC ബസ് സ്റ്റാൻഡാണ് ഈ കാണുന്നത്. ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ടുണ്ടോ? ഇല്ല. എന്തോ എഴുതി വെച്ചേക്കുന്നത്? കേരള സർക്കാർ സംരംഭം. അതിനടി സംഗ്രഹമല്ലേ? സംഗ്രഹം കേട്ടില്ല. ഞാൻ അങ്ങനെ ഫോണെ നോക്കിക്കൊണ്ടാ വായിച്ചത്. ആണോ? കുറെ ഉണ്ട് കേട്ടോ വായിക്കേണ്ടവർക്ക് വായിച്ചെടുക്കാം. വായിച്ചു വന്നു കഴിഞ്ഞാൽ എന്താ അതെന്തോ അതിനെ കുറിച്ച് എഴുതി വെച്ചേക്കുന്നത്. നമ്മുടെ ഈ ഒരു സംഭവത്തെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിരിക്കുന്നതായിരിക്കാം. നമ്മൾ വായിച്ചില്ല. വായിക്കാതെ ഞാൻ ആ വീഡിയോയിൽ എടുത്തിട്ടുണ്ട്. ആണോ? ഇത് തന്നെ വിനോദസഞ്ചാര വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടറുടെ കാര്യാലയം. ഇത് തന്നെ ഒരു കുഞ്ഞു വീടോ? എന്തായാലും ഓടിട്ട വീടാ. അത് പറഞ്ഞു, ഓടിട്ടൊരു കുഞ്ഞു വീട്. കൊച്ചി മ്യൂസിയം ഫൗണ്ടേഷൻ എറണാകുളം. കുറേ ഉണ്ട് കേട്ടോ ഇങ്ങനെ. രാത്രിയില് ഇതുണ്ടെന്ന് ലൈറ്റ്. രാത്രി നല്ല അത്യാവശ്യം ലൈറ്റും പെട്ടത് കാണാം. അല്ല, അതിനുള്ളിൽ അവിടെ മറ്റേ വെള്ളത്തിന്റെ ലൈറ്റ് ഇട്ടിട്ട് വെള്ളം ഇങ്ങനെ. ഇതുണ്ട്. ഇതാണ്ടോ ബോട്ട് വരുന്നത്? ഇതിനകത്താ പോകുന്നേ. 6 രൂപയ്ക്ക് ഇഷ്ടംപോലെ ആളുണ്ട്. നിറച്ച് നിന്ന് പോകുന്ന ആളുടെ കണ്ടോ? അതിനകത്തോടെ നിന്ന് പോകുന്നല്ലായിരിക്കും, ഇറങ്ങാൻ നിൽക്കുന്നതായിരിക്കും. എന്നാൽ ചിലപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നതായിരിക്കും, അറിയില്ല. കണ്ടോ അതിനകത്ത് എണീറ്റ് നിൽക്കുന്നുണ്ട് ആൾക്കാർ. കൊള്ളാം. കണിക്കുന്ന പൂത്ത് നിൽക്കുന്നു. പക്ഷെ ആ മഞ്ഞ കളറൊക്കെ അങ്ങ് മങ്ങിപ്പോയി. ചൂട് കാരണം പൊള്ളലേറ്റിട്ടേ. അപ്പോൾ ഞങ്ങൾ വീണ്ടും തിരിച്ച് ബോട്ട് ജെട്ടിയിലെത്തിയിരിക്കുകയാണ്. ഇവിടെ വന്നിട്ട് ഞങ്ങൾ എന്തായാലും അക്കരെ വരെ ഒന്ന് പോകാൻ തീരുമാനിച്ചല്ലേ? അതെ. അപ്പോൾ വേണ്ട 6 രൂപയുടെ മുടക്കല്ലേ ഉള്ളൂ. 6 രൂപ മുടക്കി 6 ആകും 12. ആർക്കറിയാം? അറിയത്തില്ല. ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോഴേ അറിയാൻ കേട്ടോ എങ്ങനെയാണെന്നുള്ളത്. ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടുത്തെ സമയം കഴിഞ്ഞു. അടുത്തടുത്ത് 20 മിനിറ്റ് കൂടുമ്പോൾ ഉണ്ടെന്നാണ് പറഞ്ഞത്. ഇതിവിടെ ഫോർട്ട് കൊച്ചിക്കുള്ള ടിക്കറ്റ് കൗണ്ടറും മട്ടാഞ്ചേരി അവിടെ വൈപ്പിനുള്ളത്. രണ്ടിടത്തേക്കുണ്ടല്ലേ? അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ബോട്ട് കയറാനായിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് ഇവിടെ. നമ്മളെ അറിയുന്ന 2 പേരെ കണ്ടു പരിചയപ്പെട്ടു അല്ലേ? അതേണ്ട ബോട്ട് ഒന്ന് നടക്കുമ്പോൾ കയറാൻ പോവാണേ. അതെ, ഞങ്ങൾ കയറട്ടെ കേട്ടോ. നല്ല കാറ്റും തണുപ്പൊക്കെ വരുന്നുണ്ട്. നല്ലൊരു ഇത്ര നേരം ഇരുന്ന് വേർത്തതിൻ്റെ ഒരു അതെ. നമ്മൾ താണ്ടേ നമ്മുടെ കപ്പലിലേക്ക് കയറുകയാണ്. എനിക്കറിയാൻ വേല നീ എന്താ ആടി വിലയുന്നല്ലേ? നിനക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് പേടിയുണ്ടായിരുന്നു. അങ്ങനെ കണ്ടെന്ന് നീ കയറണമെന്ന് പറഞ്ഞു അല്ലേ? എനിക്ക് ചെറിയ പേടിയുണ്ടായിരുന്നു തോന്നുന്നു. അതുകൊണ്ടല്ലേ നീ കയറണമെന്ന് പറഞ്ഞേ. ഇവിടെ ആടി പോന്നു. സൈഡിലിരിക്കുക. ആ സീറ്റിൽ പോയി പെട്ടെന്ന് പോകും. സൈഡ് വാവ്. അങ്ങനെ ഒരു സൈഡ് സീറ്റ് ഒപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതെനിക്ക് ശരിക്കും പേടിയാണെന്ന് തോന്നുന്നില്ല. അതാ നീ കയറണ്ടെന്ന് പറഞ്ഞിട്ട് കിടന്ന കൈയും കാലും ഇടിച്ചതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ? അതാണ് എനിക്ക് തോന്നുന്നത് അല്ലേ? അടിപൊളിയല്ലേ? നമ്മുടെയൊക്കെ 12 രൂപ അല്ല, വെറും 2 പേർക്ക് കൂടെ 6 രൂപ മുടക്കുള്ള ടിക്കറ്റ് എടുത്ത് കയറിയിരിക്കുന്നു. അടിപൊളിയല്ലേ? അത് പറഞ്ഞു എത്ര സീറ്റ് ഉണ്ടെന്ന് നോക്കി. 3 ഇതുള്ള ലെയറുള്ള 3 ലെയറുണ്ട്. 3 സീറ്റുള്ള. അതിൻ്റെ എണ്ണം നോക്കിയാൽ മതി. ഫ്രണ്ടിൽ പോയി എഞ്ചിൻ. എൻ്റെ എഞ്ചിൻ സൈഡിൽ പോയി തുടങ്ങി. ലൈഫ് ജാക്കറ്റൊക്കെ കൂട്ടി പുറകെ ഇട്ടേക്കുന്ന കേട്ടോ. പെട്ടെന്ന് എടുത്ത് ചാടണമെങ്കിൽ നടക്കാതെ വരും കേട്ടോ. എടുത്ത് വെള്ളത്തിലിട്ടിട്ട് കെട്ടിപ്പിടിച്ചാൽ മതി. ഡ്രൈവർമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട് പോയി തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനി ആ സൈഡ് ഗ്ലാസ്
ഫോർട്ട് കൊച്ചിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മള് പൊക്കോണ്ടിരിക്കുകയാണ്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട്. ഇവിടെ നോക്കുമ്പോ ആകാശവും കൊച്ചിക്കായലിന്റെ നടുക്കൂടെ ഈ നടുക്ക് ഈ പച്ചപ്പില്ലായിരുന്നെങ്കിൽ എല്ലാം ഒരേ കളറായാനെ. നടുക്ക് തുരുത്താണ്. അതാണ് മറ്റേ മാലിദ്വീപ് കാണുന്നത്. ആണോ? ഞാൻ വിചാരിച്ച ലക്ഷദ്വീപാണ്. അതാ ഞാൻ പറയാൻ വന്നേ. ആണല്ലേ? ഇതിപ്പോ ഇവിടുന്ന് നോക്കും, ഈ ജനല് കാണുമ്പോഴേ ഫ്ലൈറ്റിന്റെ ജനല് പോലെയുണ്ട്. ചാടിയേക്കരുത്. ആദ്യമായിട്ടാട്ടോ വെള്ളത്തിൽ കൂടെ ബോട്ടിൽ പോകുന്നത്. അത് 6 രൂപ കൊടുത്ത്. അതാണ് അത്ഭുതപ്പെടുത്തി തന്നെ. 6 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിസ്സാരം. 20 മിനിറ്റ് യാത്രയ്ക്ക് 6 രൂപയല്ലേ ആവുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ കയറിയിട്ട് പോവാം. നമുക്ക് അതിന്റെ ആ ഒരു അതെ എക്സ്പീരിയൻസ് ചെയ്യാൻ. നമുക്ക് അതുപോലെ വീഡിയോ കാണാൻ ഒരുപാട് പേർക്ക് അറിയത്തില്ലായിരിക്കുമല്ലോ. അറിയുന്ന ഒരുപാട് പേരുണ്ട്. നമുക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അറിയാത്ത ഒരുപാട് പേരുണ്ടാവുമല്ലോ. എന്നാ വെള്ളത്തിൽ കണ്ട ഒരു സാധനം, വെള്ളത്തിൽ അതിനത് കിടക്കുന്നേ എന്തോ ഒരു സാധനം അല്ലേ, പൊങ്ങി കിടക്കുന്നു. ആടുന്നുണ്ട് കേട്ടോ, മയിൽക്കുറ്റി പോലെ എന്തോ സംഭവം. അതുപോലെ തന്നെ നടുക്കൂടെ ഒരു സോളാർ ലൈറ്റ് കണ്ടപ്പാ. സോളാർ ലൈറ്റ് ആണോ? എനിക്കറിയില്ല. എന്തായാലും നമ്മുടെ ആ 20 മിനിറ്റ് യാത്ര നമ്മൾ ഒട്ടും കളയാതെ തന്നെ, വിഷ്വൽ ഒട്ടും നഷ്ടപ്പെടുത്താതെ തന്നെ നമ്മൾ എടുക്കുന്നുണ്ട്. ഒന്നും ആർക്കും മിസ്സാവരുത്. ഈ ഒരു യാത്രയിൽ കാണാൻ പറ്റുന്ന ഇതൊക്കെയാണ്. പുറത്തേക്ക് വെള്ളത്തിലേക്ക് കൈതട്ടി ക്യാമറ പോയെങ്കിൽ ഈ പാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കപ്പൽ വന്ന് കിടക്കുന്നിടത്തേക്കുള്ളതാണ് തോന്നുന്നു അല്ലേ? കപ്പൽ വന്ന് കിടക്കുന്നിടത്തേക്ക് വരെയുള്ള കപ്പലാണോ കിടക്കുന്നത്? ഒരു ചെറിയ കപ്പലല്ലേ കിടക്കുന്നത്? ഇത് കപ്പലല്ല. എടി ഇങ്ങനെ പല വീഡിയോ കാണുന്നവർക്ക് പല മണ്ടത്തരങ്ങളും കാണിച്ചോളൂ. നിന്റെ വയലിൽ നിന്ന് വരും. ഇത് കപ്പലല്ലേ? ഓടി കപ്പലാണ്. MSC ബോട്ടെല്ലാം നോക്കിയപ്പോൾ ഒരു ബോർഡ് കണ്ടിട്ടോ, അലോ ചെയ്തേക്കുന്ന ഓൺ ബോർഡ് 100 പേരല്ലേ അങ്ങനെ എഴുതി വെച്ചേക്കുന്നല്ലേ. ഓൺ ബോർഡ് 100 പേരുള്ളിൽ നിന്ന് എഴുതി വെച്ചേക്കുന്നത്. സീറ്റിംഗ് കപ്പാസിറ്റി നോക്കിക്കഴിഞ്ഞാൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഒരു ലെയറിൽ 11. അപ്പം 99 ശരിയാണ്. 100 പേര്. അങ്ങനെ നമ്മള് അവിടുന്ന് വന്ന് ബോട്ടിന് വന്ന് എവിടെ ഏതോ ഒരു സ്ഥലത്ത് വന്ന് ഇറങ്ങിയല്ലേ? ഫോർട്ട് കൊച്ചി വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് നമ്മള് മട്ടാഞ്ചേരി പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മട്ടാഞ്ചേരി അതെ അവിടെ എന്തൊരു സംഭവം ഉണ്ട് കേട്ടോ. അത് അങ്ങോട്ട് പോകൊണ്ടിരിക്കുകയാണ്. ഓട്ടോ വിളിച്ച് പോവാണ്. നമ്മള് തിരിച്ച് നമ്മൾ വണ്ടി കിടക്കുന്നിടത്തേക്ക് എത്തിയാൽ മതിയായിരുന്നു. അതെത്തുമെന്നുള്ളതാണ്. കാരണം വഴി തെറ്റി വണ്ടി കിടക്കുന്നിടത്ത് എത്തിയാലേ ഹോട്ടലിൽ എത്താൻ പറ്റുള്ളൂ. ഹോട്ടലിലെത്തിയാലും സാധനങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട് സാധനങ്ങൾ. അതെ ലാസ്റ്റ് പെട്ടുപോയിരുന്നാ മതി. ഫോൺ സ്വിച്ച് ഓഫ് ആയാൽ പെട്ടുപോകും ഉറപ്പാ. വഴി വളരെ മോശം വഴിയല്ലേ? ഇടുങ്ങിയ വഴിയും മോശം വഴിയാണ്. 2 സൈഡിൽ വീടുകളാണ്. അതെ. അപ്പൊ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് ജൂത സ്ട്രീറ്റ് എന്ന് കണ്ടല്ലേ പറയുന്നത്. അപ്പൊ ഇവിടെ എന്തൊക്കെയോ നമ്മൾ കണ്ടിട്ടുണ്ട്. ആ കാണുന്നിടത്തേക്കൊക്കെ കയറി പോവാണ് കേട്ടോ. മൊത്തം ജൂതന്മാരുടെ ഏരിയ ആണെന്ന് അല്ലേ? പട്ടാളക്കാർ പോലീസുകാരൊക്കെ ഇതുണ്ടല്ലോ. അങ്ങോട്ട് പോയി നോക്കാനോ? ജൂ ടവറോ? ജൂ ടൗൺ അല്ലേ? അതേണ്ട് മട്ടാഞ്ചേരി ജൂ ടൗൺ എന്നാണ് അറിയപ്പെടുന്നത് തന്നെ അല്ലേ? എന്തോ കടകളുണ്ട്. നടന്നു പോകാനേ പറ്റത്തുള്ളൂ. വണ്ടി അങ്ങോട്ട് കയറ്റി വിടത്തില്ല. അവിടെ പള്ളി ഏതാ? പള്ളി എന്നാണ് പറയുന്നത് അല്ല? ഇവരുടെ ജൂതന്മാരുടെ എന്തോ ഇതില്ലേ എന്നാ? ജൂതന്മാരല്ലേ ഇത്? ഇതെന്ത്? ഇതിനെക്കുറിച്ച് വല്ല ഐഡിയ ഉണ്ടോ? എനിക്ക് ഒരു ഐഡിയ ഇല്ല. എന്തായാലും രാത്രി നല്ല ലൈറ്റ് ആയിരിക്കും അറിയാം. നല്ല വെട്ടം കാണുന്നുണ്ട്. അതല്ലേ ഇവിടെ എന്നാ ഇവരുടെ ജൂതന്മാരുടെ ചർച്ച അങ്ങനത്തെ സംഭവം ഉണ്ടെന്ന് ഇവിടെ. ഇതൊക്കെ ഈ മാലാഹമാരൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. എല്ലാവരും ഉണ്ട്. ഇവിടെ എല്ലാം ഓരോന്നിൻ്റെയും എല്ലാം പഴയ സാധനങ്ങളൊക്കെയാണെന്ന് തോന്നുന്നു ഇവിടെ ഉള്ളത്. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞു തരാൻ അറിയത്തില്ല. നിങ്ങൾക്ക് അറിയാവുന്നവർ ഇതിനകത്തേക്ക് വന്ന് എഴുതി കമൻ്റ് ഇട്ടേ കാണാൻ പറ്റും. കുറേ സംഗതികളൊക്കെ ഉണ്ട്. ആൾക്കാർ കയറി ഇറങ്ങി പോകുന്നുണ്ട്. വീടാണോ ഇത്? അല്ല, ഹോട്ടലാണോ? എന്തൊക്കെയോ സംഭവങ്ങളാണ് കേട്ടോ. ഇവിടെ എല്ലാം കാണുന്നതെല്ലാം കൂടുതലും വിദേശികളും അങ്ങനെയുള്ളവരൊക്കെയാണ് കാണുന്നുണ്ട്. ഒത്തിരി പേരെ കാണുന്നുണ്ട്. ഇത് ഞാൻ പറയട്ടെ, ജൂതന്മാർ പണ്ട് കുറേ ആൾക്കാർ ഇവിടെ താമസിക്കുന്നുണ്ട്. പണ്ട് താമസിച്ചുകൊണ്ടിരുന്ന മലയാളികളായിട്ടുള്ള ജൂതന്മാർ ഇപ്പം ഇസ്രായേലിലുണ്ട്. അവർ കുറേ പേര്
അതാണ് ജൂ ടൗൺ എന്നറിയപ്പെടുന്നത്. അതായത് ജൂതന്മാർ കുറേ പേര് ഇവിടെ താമസിക്കുന്നുണ്ട്. അവരുടെ സിനഗോഗൊക്കെയാണ് ഇവിടെ കണ്ടുള്ളത് എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. അത് ശരിയായിരിക്കാനാണ് സാധ്യത അല്ലേ? എനിക്കറിയില്ല. അതെ 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 അങ്ങനെയാണ്. എന്തായാലും ഇവിടുത്തെ എല്ലാത്തിനും ഒരു പ്രത്യേകതയുണ്ട്. മൊത്തത്തിൽ ഇവിടെ മൊത്തത്തിലൊരു ഈ ഒരു ഏരിയയിൽ വ്യത്യാസമുണ്ട്. അതായത് ഡ്രസ്സിനായാലും എല്ലാവരും ജൂത ടച്ചുള്ള ഡ്രസ്സുകൾ. അതെ അതെ ജൂത ടച്ചുള്ള ഡ്രസ്സുകളുണ്ട്. ഓർണമെന്റ്സ് ജൂത ടൗൺ എന്നാണ് അറിയപ്പെടുന്നത്. അതെ അതെ ഇവിടെ വരെ ഉള്ളു. ഇതാന്ന് തോന്നുന്നത് സിനഗോഗ്. ആണോ? ഇത് കണ്ടോ, ഇത് കണ്ടില്ലേ, മണിയൊക്കെ കണ്ടോ? കേറാം. ജൂത മ്യൂസിയം പിന്നെ അതേ കയറാവോ? നമുക്ക് അവിടെ കയറിയിട്ട് വരാം അല്ലേ? എത്രയാന്ന് 100? അത് നമ്മളിവിടുന്ന് ഫീസൊക്കെ എടുത്ത് 50 rupees ആണ്. ഇത് ശരിക്കും എന്താണ് കാണാനുള്ള? ഓ ശരി. ഇവിടെ കേറാം. ശരി, ഞാനൊരു മലയാളിയാണ്. അപ്പൊ എനിക്ക് അതിന് ഫസ്റ്റ് ഇത് മ്യൂസിയം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതായത് അവർ പറഞ്ഞ ഫ്ലാഷ് ലൈറ്റ് ഇടാതെ തന്നെ വീഡിയോസോ എടുക്കാം. ഫ്ലാഷ് ലൈറ്റ് പാടില്ലെന്നാണ് പറഞ്ഞത്. ചെറുതാക്കി എടുക്കാവോ? ചെറുതാക്കി എടുത്തിരിക്കുന്നു. ചൂടല്ലേ ഭയങ്കര, ഫോൺ ചൂടായിട്ട് നമുക്ക് പെട്ടെന്ന് പോകാം, അല്ലെങ്കിൽ കാണിക്കാൻ പറ്റിയല്ല. കാരണം പെട്ടെന്ന് ഫോൺ ഓഫായി പോകാനുള്ള സാധ്യതയുണ്ട്. ഇതിവിടെ ഇത്രേ ഉള്ളൂ. എഴുതി വെച്ചിട്ടുണ്ട്, ഇംഗ്ലീഷിൽ താഴെ എഴുതിയിട്ടുണ്ട്. ജെറുസലേമിൽ ഉപയോഗിച്ച് രണ്ടാം യഥാർത്ഥ മലയാളത്തിന് മേളിൽ എഴുതിയിട്ടുണ്ട്. ഓരോ ചിത്രങ്ങൾ എന്താ വിവരിച്ചിരിക്കുകയാണ്. ഇത് മൊത്തം ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഭവങ്ങൾ മാത്രമേ ഉള്ളൂ. ആണല്ലേ? ഇസ്രായേലിൽ പോയ പോലെയാണല്ലോ സംസാരിക്കുന്നത്. അടുത്തടുത്തേക്ക് പോവാം. ഇത് ജസ്റ്റ് ഇവിടെ 100 രൂപയാണ് കേട്ടോ ഇവിടെ കയറി ഇത് കാണുന്നത് തന്നെ. അതെ അതെ. അടുത്ത മ്യൂസിയത്തിലേക്കുള്ള വഴിയാണ്. എൻട്രി മ്യൂസിയം. ഇവിടെ കുറെ കാണാനുണ്ട് കേട്ടോ. അതെ അതെ. മുന്തിരിച്ചെടികളാണ് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായത്. അതിന് മുന്തിരിച്ചെടിയല്ലേ? മുന്തിരിച്ചെടിയാ. മ്യൂസിയം റൂം 2, മ്യൂസിയം റൂം 1. റൂം 1 ആദ്യം പോവാം അല്ലേ? റൂം 2 താഴെ നമുക്ക് കയറിപ്പോം. ഓടിക്കോ മണ്ടയിലോട്ട്. ഓടണ്ട, പതുക്കെ പോയാൽ മതി. ഓടിയില്ലെങ്കിൽ നമ്മുടെ ഫോൺ ചത്തുപോകും. അതാണ് ക്ലോക്ക്. സമയം എത്രയും? 12:30. അത് നമ്മുടെ സമയമാണോ? റോമൻ ലെറ്റേഴ്സിലാണ് ക്ലോക്ക്. വോയിസ് ഓവർ കൊടുത്താൽ മതി. ഞാൻ എഴുതിയിരിക്കുന്നു. ഇതെന്താടി? സത്യം പറയാമല്ലോ, ഇതിൻ്റെ മുകളിലോട്ട് കയറി വന്നതിന് ശേഷം അത്ഭുതപ്പെടുത്തുന്നതായി മറ്റു വലിയ കാഴ്ചകളൊന്നും നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞില്ല. ഈ കാണുന്നതൊക്കെ ഉള്ളു കേട്ടോ. എന്താണെന്നൊന്നും പറഞ്ഞു തരാനായിട്ട് അറിയത്തില്ല. എന്തൊക്കെയോ ഉണ്ട് അവിടെ, എന്തൊക്കെയോ പുരാതന വസ്തുക്കളൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മ്യൂസിക് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സമയത്ത് അവിടെ ഈ ഒരു ഭാഗത്ത് മാത്രം ഓൺ വോയിസ് തരുന്നത്. അവിടെ ചെറിയൊരു മ്യൂസിക് കുറേ ഇങ്ങനെ എപ്പോഴും ഒരേ ടൂണിൽ, നമ്മുടെ ഇതുവരെ കേൾക്കാത്ത രീതിയിലുള്ള മ്യൂസിക്. അത് എന്തൊരു മ്യൂസിക്കാണെന്ന് അറിയത്തില്ല, എന്തോ ഒരു ടൂണ്. നിങ്ങൾ ആദ്യ ഭാഗത്ത് കുറച്ച് കേട്ടിട്ടുണ്ടാവും. ഇനി എന്തൊക്കെയോ ആരാണ്ടൊക്കെ ഉപയോഗിച്ച സാധനം എന്നും പറഞ്ഞ് എന്തോ കൊമ്പോ കുറച്ചൊക്കെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. അങ്ങനെ അതൊക്കെ എന്തൊക്കെയോ അവിടെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നു. അതിൻ്റേതായ സാധനങ്ങളൊക്കെയാണ് ഇതെല്ലാം. അവരുടെ ആ ആചാരങ്ങളുള്ള പഴയ സാധനങ്ങളും സായിപ്പ് ഉപയോഗിച്ചിരുന്ന കട്ടിലാണ്ടൊക്കെയാണെന്ന് തോന്നുന്നു. റൂം നമ്പർ 2ലേക്ക് ഒരു കാരണവശാലും മൊബൈൽ അലോഡ് അല്ലാത്തതുകൊണ്ട് ഞങ്ങളിവിടെ മൊബൈൽ ഓഫ് ചെയ്യുന്നു. കണ്ടിട്ട് എന്താണെന്ന് പറയാം കേട്ടോ. നമ്മൾ കയറി ഏതാണ്ട് മൊത്തം തന്നെ കണ്ടല്ലേ. പക്ഷേ ഉണ്ടല്ലോ അവിടെ പല സ്ഥലങ്ങളിലും ഫോൺ അലൗഡ് അല്ല കേട്ടോ. അതുകൊണ്ട് പകുതി സംഭവങ്ങളും, അതായത് രാജാവിന്റെ കിരീടവും രത്നങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ ഫോണിൽ കാണിക്കാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് എടുക്കാൻ പറ്റത്തില്ല, ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ കണ്ടിറങ്ങി, നിങ്ങളെ കാണിക്കാനുള്ള നിർവാഹമില്ല. നമുക്ക് ഇവിടുന്ന് പോവാ കേട്ടോ. ഡ്രസ്സുകളൊക്കെ അടിപൊളി കാണാനും, പക്ഷെ ടച്ചുള്ള സാധനങ്ങളല്ലേ. അതെ അതെ. ഇതിന് ഇവരുടെ മാത്രം സാധനങ്ങൾ കൂടുതൽ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ളൊരു ഏരിയ. അതെ അതെ. ജൂത ടൗൺ, സിനഗോഗ് ലോൺ, ജൂത ടൗൺ കൊച്ചി. എന്താ സംഭവം എന്നൊരു പിടുത്തവും കിട്ടുന്നില്ല. ജയില് പോലൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. എന്താണേലും എന്നാ അടിവേ
ഇരുട്ടറയോ ഫോട്ടോ എടുക്ക്. ഫോട്ടോ എടുത്ത് ഞാൻ വീഡിയോ കാണുന്നുണ്ടോന്ന് അറിയത്തില്ല. ഭയങ്കര മങ്ങലാണ്, മൂടലാണ്. ബ്രൈറ്റ്നസ് കുറച്ചിട്ടേക്കുന്നുണ്ടായിരിക്കും അല്ലേ? ഇത് അകത്ത് കയറി ഭയങ്കര മുഴക്കമൊക്കെ കേൾക്കുന്നത്. അറിയത്തില്ല, അവിടെ സ്പീക്കർ ഉണ്ട്. ഇത് മണ്ടല. അതെ അതെ, എന്തോ ഭയങ്കര ഭീകരതയല്ലേ ഇതെന്നാ സംഭവം? എന്നാ മൾബറി ഇതിനാ അടിത്തറകൾ സ്ഥലത്തെ ആശ്രയിച്ചുള്ള ഒരു അത് മറ്റേ ഇഞ്ചപ്പുളി എന്ന് പറയാ. അതിന് പുളിയില്ലേ? എനിക്കറിയാം. ആ അങ്ങോട്ട് തിന്നത് കൊറേ നാളായി ഇത് കണ്ടിട്ട്. തിന്നു നോക്കിയാ അന്നേരം പറയാം. ഇതിന്റെ മുഖം പോകുന്ന പോലെ ഇരിക്കും കടിക്കുമ്പോ. തിന്നൊന്നും വേണ്ട, അവിടെ ഞാൻ വിട്ടിട്ട് പടി വല്ലോ. എന്തോന്ന് എക്സ്പ്രഷൻ. അച്ചാറിട്ട് തിന്നിട്ടുണ്ട്. വെച്ചിട്ട് പൊടി വായുടെ വെള്ളം വരുന്നത് കണ്ടിട്ട് തന്നെ. അത് തിന്നണ്ടാക്കളാ. ഭയങ്കര പൊടിയായി. അതല്ലേ, ഇതെന്നെ സംഭവം തന്നെ. ഇത് ആരും പറഞ്ഞു തരാനും ആരും ഇല്ല. എന്താണ് ഇങ്ങനെ തിയേറ്ററോ? ബാ നോക്കാം, അതിനകത്ത് കീട നോക്കാം. ബാ, എന്തൊക്കെയോ പുരാതന സംഗതികളൊക്കെയാണ് കാണുന്നത്. പണ്ട് ഇവർ കണ്ടോണ്ടിരുന്ന TV കാണുന്ന ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. അത് നമ്മൾ കണ്ടില്ല. പഴയ ചുമ്മാ സ്ക്രീനർ. മനുഷ്യ പേടിപ്പി. അവിടെ അടിക്കുന്നുണ്ടല്ലേ? എന്തോ ഒരു ഇവിടെ അടിക്കുന്നുണ്ടല്ലോ. ഇത് മൊത്തം കല്ലൊക്കെ കൊട്ടിക്കൊണ്ടിരിക്കുക കേട്ടോ. അതൊക്കെ ഇത് രാത്രിയിലൊക്കെ കയറി വരുവാണല്ലേ, പേടിയാവും. അവിടുന്ന് ഇവിടുന്നൊക്കെ സൗണ്ട് കേട്ടിട്ട് പേടിയാവും. ഇവിടെ കൊട്ടുന്നുണ്ട്. ഇതേ കൊട്ടുന്നു ക്ലാസ്സിൽ. എന്റെ പോലെ ഇറങ്ങിപ്പോയേക്കാം. പ്രേതാലയമാണിത്. മൊത്തം ഇരുട്ടിന്റെ കൂട്ടത്തിൽ അവിടുന്ന് ഇവിടുന്നൊക്കെ തട്ട് മുട്ട് കൊട്ട് ഒന്നും വേണ്ട, എന്തൊക്കെയോ സംഭവങ്ങളുണ്ട്. ഇതിന് പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് എന്നാന്നുള്ളത്. ശില്പഗുപ്ത, അതായത് കല്ല് ഗ്ലാസിനോട് പാടുമ്പോൾ സ്ഥലത്ത് ലഭ്യമായ ഫർണിച്ചർ, കണ്ണാടികൾ, കല്ലുകൾ, മോട്ടറിൽ വിവിധ വലിപ്പങ്ങളിലെ നൂതൻ ഗാലറി. എന്തോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് എന്തൊക്കെ ആക്കുന്നു എന്നാണ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ. വായിച്ചെടുത്തോളുക നിങ്ങൾ. ഞാൻ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ട്. ഇനി അടുത്ത പ്രേതാലയം എന്തോന്നാടി ഇത്? കോപ്പിറൈറ്റ് വരുമായിരിക്കും. റാമി ഫറൂഖ്. എന്ത് കൊണ്ടുപോകാൻ ഒരു പിടുത്തവും കിട്ടുന്നില്ല കൈസ്. എന്തൊക്കെയോ 2-3 ഡിസ്പ്ലേയിൽ അവിടെ എന്തൊക്കെയോ കാണിച്ചിട്ട് എന്തോ കുന്തമൊക്കെ ഉണ്ട്. അവിടെ കോപ്പിറൈറ്റ് ആയി വരുവായതുകൊണ്ടാണ് നമ്മളവിടെ മ്യൂട്ട് ചെയ്തത്. നമ്മളിപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അവിടെ എന്തൊക്കെയുള്ളൂ നമുക്കൊന്ന് നോക്കാം. എന്തൊക്കെയാണെന്ന് അറിയില്ല. നോക്കാം എന്താന്ന്. എന്തൊക്കെ സാധനമാണ് അറിയത്തില്ല. എന്തൊക്കെയാണ് ചെവിയിലൊക്കെ. എന്തുവാടി? പ്രാചീന മനുഷ്യ ശില്പങ്ങളാന്ന് തോന്നുന്നു. ഇതോ? മനുഷ്യന്റെ ഓരോരോ പഴയകാല രൂപങ്ങളാണ്. ഇതിൽ ഓരോ രൂപത്തിൽ നിന്നും ആണോ ഇവേ? അറിയത്തില്ല, അതുപോലെ ഉണ്ട്. ഇത് ആരാണ്ട് കല്ലറകളല്ലേ? കല്ലറയാ ഇത്. നോക്കിയേ. കൊള്ളാം. ഇത് ശരിക്കും ഉണ്ടല്ലോ സംഭവം. അത് തന്നെ, രാത്രി വന്നു കഴിഞ്ഞാൽ പേടിക്കും. കണ്ണാടി പാതകൾ. ഇതൊക്കെ എന്തൊക്കെയോ. ഇത് മൊത്തം നമ്മള് വന്ന് മുഴുവൻ കല്ലറയായിരുന്നു. എന്റെ വീഡിയോ ഒക്കെ എടുത്തേ കല്ലറകളാ ഇത് മൊത്തം. യെസ്. ഇത് മൊത്തം കല്ലറകളാണ്. ഇതൊരു സ്റ്റെപ്പാണ്. കാണുമ്പോ തന്നെ പേടിയാവും. എന്താണെന്ന് അറിയത്തില്ല കൈസ്. നമുക്ക് കയറി പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സൗണ്ട് കേൾക്കുന്നുണ്ട്. ഒരു ഭീകരമായ സൗണ്ട്. ഇത് എന്താണെന്ന് കയറി പോയി നോക്കിയാൽ അറിയാൻ പറ്റില്ല. എന്ത് ഇതൊരു മച്ചുമ്പുറമാണ് കേട്ടോ. ഇവിടെ ഒന്നുമില്ല, ഒരു കിട്ടിയില്ല. ഞാൻ വിചാരിച്ചു ഇവിടെ എന്തൊക്കെയോ സംഭവം ഉണ്ട്. ഇറങ്ങിപ്പോയേക്കാം. ദൈവമേ, രാത്രിയിലെങ്ങാനാണ് സത്യം പറഞ്ഞാൽ പേടിയായ. ഒന്നുമില്ല എൻ്റെ മണ്ടയിൽ. ആളെ പറ്റിച്ച് വെറുതെ ഇവിടം വരെ കയറി വന്നു. അവിടെ കുറച്ച് ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. കുറച്ച് പടുത വരച്ച് കെട്ടിയ പോലെ കിടപ്പുണ്ട്. ഒന്നുമില്ലെന്നേ. കുറെ ഈ മ്യൂസിക്കിന്റെ സൗണ്ടും അല്ലാതെ കഴിയുമാതിരി പേടി തോന്നും, അത്രേ ഉള്ളൂ. എന്തൊക്കെയോ സംഭവങ്ങൾ കാണുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ ഇവിടുന്ന് നടക്കുകയാണ്. ഇവിടുന്ന് ഇനി നമ്മൾ എങ്ങോട്ടാ? പാലസ് എന്ന് പറഞ്ഞല്ലേ? എന്നാ പാലസ് അടി?
മട്ടാഞ്ചേരി പാലസ്. മട്ടാഞ്ചേരി പാലസിലേക്ക് ഞങ്ങൾ നടന്നു പോകേണ്ടത്. അവിടെ നമ്മൾ വാട്ടർ മെട്രോയിൽ കയറണം എന്നാണ് ആഗ്രഹം. വാട്ടർ മെട്രോ കയറി വാട്ടർ മെട്രോയിലും കയറി നമ്മൾ എവിടെ ചെല്ലും? ഹൈക്കോർട്ടിൻ്റെ അവിടെ ചെല്ലണം നോക്കണം അല്ലേ? എറണാകുളം. അവിടെയാണ് നമ്മുടെ വണ്ടി. അതെ, ആ നമ്മൾ വണ്ടി ഇട്ടത് എവിടെയാണ് ഇപ്പോൾ നമ്മൾ തന്നെ മറ്റുള്ളവരോട് ചോദിച്ച് മനസ്സിലാക്കേണ്ട അവസ്ഥ വന്നേക്കുന്നത്. കാരണം എവിടെയോ എത്തി. അതെ, എവിടെയോ. അതെ, ശരിക്കും പറഞ്ഞാൽ ഇതേ എന്തിലെല്ലാവോ ഉണ്ട്. ആ എന്തെല്ലാമാന്ന് പറഞ്ഞാൽ ശില്പങ്ങളും ഒന്നും വേണ്ട, ഒരുപാട് സാധനങ്ങളുണ്ട്. നമ്മൾ വീഡിയോ പകുതി പോലും ആ തത്തമ്മേ എവിടെ ബസ് സ്റ്റാൻഡ്? ആ ശരി, ഇതിവിടെ ടൂറിസ്റ്റ് ബോട്ടിങ്. ഓക്കെ, അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ നടന്ന് മട്ടാഞ്ചേരി വാട്ടർ മെട്രോയുടെ അടുത്തെത്തി കേട്ടോ. വാട്ടർ മെട്രോ ടെർമിനലിൽ വന്നിട്ടുണ്ട്. അത് അങ്ങനെ നമ്മളിവിടെ ഒന്ന് കരിഞ്ഞു പോയിരിക്കുകയാണ് ഗൈസ്. ആ പിള്ളേർ നമ്മൾ അറിയുന്നതാണോടി? നമ്മൾ ഇങ്ങോട്ട് കയറി കേട്ടോ. ഇവിടെ ഇപ്പോൾ ഉണ്ടോയെന്ന് അറിയത്തില്ല, ഈ സമയത്തുണ്ടോ നമ്മൾ പാലസിലോട്ട് പോകാൻ നോക്കുന്നുണ്ട്. പക്ഷെ പാലസിലേക്ക് എത്തുമ്പോഴത്തേക്കും നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീരുന്നതുകൊണ്ടും നമ്മൾ തിരിച്ച് അവിടെ എത്തേണ്ടതുകൊണ്ടും ഇതല്ലേ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ തിരിച്ചവിടെ നമ്മൾ എത്തിയല്ല, നമ്മുടെ ഫോണിൻ്റെ ചാർജ് തീരുന്നതിന് മുമ്പ് അവിടെ എത്തിയില്ലെങ്കിൽ പണി കിട്ടും. വെള്ളമല്ല, വെള്ളം പോലെ തോന്നുന്നുണ്ടല്ലേ? ആ ശരി, ഇതിലെ നോക്കിയപ്പോഴേ വെള്ളം. ആ അപ്പോൾ നമ്മൾ വാട്ടർ മെട്രോയിലേക്ക് കയറാൻ പോവുകയാണ് കേട്ടോ. മട്ടാഞ്ചേരി വാട്ടർ മെട്രോ. ഇവിടെ മറ്റേ ടിക്കറ്റ് എടുക്കുന്നത് എവിടെ നിന്നായിരിക്കും? പ്രവേശനം, എൻട്രൻസ് ഇവിടെയാണ്. ടിക്കറ്റ് ഇവിടെ നിന്ന് എടുക്കേണ്ടത് കസ്റ്റമർ കെയർ. ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. ബാ, നമ്മളിവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ പോകും. ഹൈക്കോർട്ടിൻ്റെ അങ്ങോട്ട് 2 100 രൂപയാണ് ഇവിടുന്ന് വാട്ടർ മെട്രോയുടെ ചാർജ്. ഇവിടെ ടിക്കറ്റ് കാര്യങ്ങൾ, യാത്രക്കാരുടെ ശ്രദ്ധയ്ക്കുള്ള കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പോയേക്കാം. അപ്പം ടിക്കറ്റ് 100 രൂപയാണ് 2 പേർക്ക്, ഒരാൾക്ക് 50 രൂപയാണ്. എപ്പോഴാണ് സമയം? എപ്പോഴാണ്? അപ്പോൾ ഒരു 5 മിനിറ്റും കൂടെ ലേറ്റ് ആവും ബോട്ട് ഹൗസ് ഫുഡ് കഴിക്കുന്നേ. അതെ, ആ ഏതാ ഇതിലെയാണോ? അതെ 1:15 പറഞ്ഞത്. പുറത്തേക്കുള്ള വഴി. ടിക്കറ്റ് എടുത്തു, പിന്നെ പോയാൽ മതി. പിന്നെ അകത്തേക്കായിരിക്കും അല്ലേ? എന്നാ പിടിച്ചു പറഞ്ഞോ. എന്തിന്? ഇത് ടിക്കറ്റ് പിടിക്കടി. ഇതാണോ ടിക്കറ്റ്? ഇതിങ്ങനെ തള്ളി മാറ്റാണ് നമ്മൾ പതുക്കാതെ അങ്ങോട്ട് പോരും. ഇവിടെ ഇരിക്കാം അല്ലേ? വാട്ടർ മെട്രോയിൽ വന്നിരിക്കുന്നു. യെസ്, ആദ്യമായിട്ടല്ലേ ഇതിലൊക്കെ കയറുന്നത്? പിന്നല്ലത് കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാ. വാട്ടർ മെട്രോ കേൾക്കുന്നത് തന്നെ ആദ്യമായിട്ടാണോ? വാട്ടർ മെട്രോ കേട്ടിട്ടില്ല? ഓടി എന്റെ ദൈവമേ, നീ ഏത് ലോകത്താണ് ജീവിക്കുന്നത്? ഇതിനാ ഞാൻ വാർത്ത കാണുമ്പോൾ എന്റെ കുറ്റം പറഞ്ഞേടി. വാർത്തയൊക്കെ ഇടയ്ക്ക് വല്ലപ്പോഴും കണ്ടാലും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. കേൾക്കണം. വാ 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 വാ, ഇതിലെയാ? വാ, ഇതില് ഒക്കെ വഴി, ഒരു കൃത്യമായ വഴികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്പീഡ് നടക്കാവോ? അങ്ങോട്ട് പോ. നമ്മൾ എല്ലാരും പോകാനുള്ളവരാ. അതാ പറഞ്ഞേ, നമ്മൾ പരമാവധി വേഗം നടക്കണേ. ഫോണ് അത്രയും പെട്ടെന്ന് വീഡിയോ എടുത്ത് അവസാനിപ്പിക്കാമല്ലോ നിർത്തണ്ട. എടി ഇതുകൊണ്ട് ഇത് വെള്ളത്തിന് അടിയക്കൂടിയാ പോകുന്നത്. ഒന്നും മിണ്ടായിരിക്കും, ഇപ്പൊ ഉള്ള കള്ളത്തരം മൊത്തം എന്നോട് പറയും. അല്ല, നീ ആദ്യമായിട്ട് കേൾക്കുന്നതെന്ന് പറഞ്ഞോണ്ടേ ഞാൻ പറഞ്ഞേ. അതുകൊണ്ടാ കള്ളത്തരം പറയുന്നത് ഞാൻ പറഞ്ഞേ. ആളെ എണ്ണി കയറ്റി വിടുന്നുണ്ടോ, എത്ര പേര് കയറുന്നുണ്ടെന്ന് അറിയാനായിട്ടാണ് ഞാൻ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് വാട്ടർ മെട്രോയിലേക്ക് കയറുകയാണ്. ഇതിനു മുമ്പ് കയറാത്ത, കാണാത്ത, കേൾക്കാത്ത ആൾക്കാരൊക്കെ ഉണ്ടാവും. പിന്നെ തീർച്ചയായിട്ടും നീ കേട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ തന്നെ അങ്ങനല്ല, ആരും കളിയാക്കിയതല്ല. കാണാത്തവരും കേൾക്കാത്തവരും ഒക്കെ ഒന്ന് ഇവിടെ ഉണ്ടാവും. രസമുണ്ടല്ലേ കാണാൻ? ഇതിലേക്ക് നോക്കിയിട്ട് ഇവിടേക്ക് നോക്കിയപ്പോ ഇവിടെ അല്ല, ഇങ്ങനെ വന്ന് നേരെ വെള്ളത്തിൽ ചാടുന്ന നോക്കോ. അപ്പൊ ഒരു വെൽക്കം. ഇതിനകത്ത് AC ഒക്കെ സെറ്റപ്പാ. കയറി ഇരുന്നോടി ഒരു സൈഡില്. റെഡി, ഒരു സൈഡ് സീറ്റ് കയറി റെഡി, ചാടി കയറി റെഡി. ആ സീറ്റ് ഇവിടെ കുത്താട്ടോ. ചാർജർ ഇല്ല. പക്ഷെ
നല്ല സൗകര്യം കേട്ടോ, അടിപൊളി. നല്ല ടിക്കറ്റുകളാണ്, ടിക്കറ്റ് കയറി വെച്ചു. മട്ടാഞ്ചേരി നിന്നാണ് നമ്മൾ കയറിയിരിക്കുന്നത്. ഇതൊക്കെ മിസ്സാകുകയായിരുന്നല്ലോ. ഇതൊക്കെ മിസ്സാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞടി മാടി പോകാടി എന്ന് പറഞ്ഞിട്ട്. ടിക്കറ്റ് കളയണ്ടേ, അവിടെ ചെന്ന് ഇറങ്ങാൻ നേരത്ത് അത് തന്നെ വേണം. ഔട്ട് കൊള്ളാല്ലേ? സുരക്ഷ ഇതൊക്കെ കാണിക്കുന്നുണ്ട് അതിൽ. എന്തായാലും കൊള്ളാം. ഒരാൾ അവിടെ കയറി സീറ്റ് ഉറപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അതാ വന്ന് കേട്ടോ. മെട്രോ ചെറിയ ട്രെയിൻ പോലെ അല്ലേ, മെട്രോ ട്രെയിൻ പോലെ ഉണ്ടല്ലേ. ആണ് നമ്മുടെ കപ്പി. ഇതാണ് പയ്യ അനങ്ങി തുടങ്ങിട്ടോ. ഇത് ഇല്ല, അത് അനങ്ങുന്നതിന്റെ ആണോ ഇത്? ഇത് ആൾക്കാർ കയറുമ്പോൾ ഒരു കുലുക്കം ഉണ്ടല്ലേ. ഓക്കെ നല്ല ഫുള്ള് AC ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്ര നേരം നടന്നതിന് ക്ഷീണമൊക്കെ മാറിയിട്ടുണ്ട്. ഇല്ലല്ലോ 100 പേർക്ക്. ഇത് ലേഡി പൈലറ്റൊക്കെ ഉണ്ട്. പെണ്ണുങ്ങളൊക്കെ സർവീസ് ചെയ്തെങ്കിൽ ആൾക്കാർ വന്ന് ഇറങ്ങുന്നത്. എത്ര പേര് ഇറങ്ങുന്നത്? അതേന്നേ, കുറേ ആൾക്കാർ ഇറങ്ങുന്നില്ല അതെന്ന്. എന്തായാലും കൊള്ളാം, അടിപൊളി സംഭവം, കിടില സംഭവം, നമുക്ക് ഇഷ്ടപ്പെട്ടു. ഇത് വന്നിട്ട് അധികം ആയില്ലെന്ന് തോന്നുന്നു അല്ലേ? വാട്ടർ മെട്രോ വന്നിട്ട്. അല്ല, കേൾക്കാത്ത കാണാത്ത എന്നോടാണോ ഇത് പറയുന്നതല്ലേ? ഇതൊക്കെ പെട്രോൾ അടിക്കുന്നതൊക്കെ കണ്ടോ? അവിടെ കണ്ടോ അടിക്കുന്ന കണ്ടോ? അവിടെ ഉണ്ട്, കാണിക്കാതെ ഞാൻ സൂം ചെയ്ത് കിട്ടുന്നില്ല. കണ്ടോ? ചെറിയൊരു അനക്കം ഉണ്ടല്ലേ. വാതിലടഞ്ഞു. എക്സിറ്റ് ഡോറാണ്. പോകാൻ തുടങ്ങിയോ? നമ്മൾ പയ്യെ നീങ്ങി തുടങ്ങിയിരിക്കുകയാണ് ഗൈസ്. ഓക്കെ, കണ്ടോ? ഒരുപാട് പേരൊക്കെ അവിടെ വീഡിയോ എടുക്കുന്നുണ്ട്. നമ്മൾ പോവാണ്. ഇഷ്ടംപോലെ അടിയിൽ കിടക്കുന്നുണ്ടോ? ഹൈക്കോർട്ടിലേക്ക് പോവാണ്. ഇഷ്ടംപോലെ കിടക്കുന്നു കേട്ടോ. കൊള്ളാം, അടിപൊളി. ദാഹിക്കുന്നുണ്ടോ? വെള്ളം വേണം. അങ്ങനെ നമ്മൾ വാട്ടർ മെട്രോ അവിടുന്ന് തിരിഞ്ഞ് വണ്ടി ഒന്ന് തിരിഞ്ഞു കേട്ടോ. അവിടുന്ന് തിരിഞ്ഞ് ഫ്രണ്ട് തിരിഞ്ഞതാണ് ഫ്രണ്ട് വശം. ഇവിടെ നമ്മുടെ കപ്പിത്താനൊക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇതുണ്ട് വട്ടം കറങ്ങി വരുന്നത് നമ്മുടെ കപ്പലൊക്കെ സൈഡിലായി പോയി. കപ്പൽ കിടക്കുന്നു. എങ്ങനെ? അപ്പുറത്തെ സൈഡിൽ കൂടെ എന്നത്? ശരിയാണ്, നമ്മൾ വന്ന വഴി അതല്ലേ. MSC ആ കപ്പൽ അവിടെ കിടക്കുന്നത് കേട്ടോ. ഇത് നമ്മൾ വേറെ വഴിയാ പോകുന്നത്. ഏലിയാണോ ഒന്നും ഒരു പിടുത്തവും ഇല്ല. ദേണ്ട വേറെ കപ്പൽ കിടക്കുന്നു. ഇവരെല്ലാം കപ്പൽ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. ദേണ്ടറി പോകുന്നു, മറ്റേ ഹെലികോപ്റ്റർ പോകുന്നു. ഞാൻ ഫുൾ ടൈം ഇതിലെ ഇങ്ങനെ പോലീസിൻ്റെ ആണെന്ന് തോന്നേ. അങ്ങനെ പതുക്കെ ഉറങ്ങി തുടങ്ങുവാന്ന് തോന്നുന്നു കേട്ടോ. ചാരി ഒരു സൈഡിലേക്ക് ഇരിപ്പുണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ മെട്രോയിൽ എല്ലാ കാഴ്ചകളും ആസ്വദിച്ചും ഫുള്ള് വീഡിയോ എടുത്ത് ഒന്നും വിട്ടുപോകാതെ ഞാൻ നല്ല ഫുൾ എനർജിയിൽ ഇരിപ്പുണ്ട് കേട്ടോ. കാരണം വീഡിയോസ് ഒന്നും മിസ്സാവരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ടാണ് അവിടെ തലയ്ക്ക് കൈ കൊടുത്ത് ചാരി ഇരിപ്പുണ്ട്. മിക്കവാറും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഉറങ്ങിപ്പോകുന്ന തോന്നുന്നു. നല്ല AC ഉണ്ട്. 48 പേർക്ക് ഇരിക്കാനുള്ള സീറ്റാണ് കേട്ടോ നമ്മുടെ വാട്ടർ മെട്രോയിലുള്ളത്. ബാക്കിയുള്ളവർക്കൊക്കെ നിന്ന് 100 പേർക്ക് വരെ യാത്ര ചെയ്യാമെന്നാണ് എഴുതിയിരിക്കുന്നത്. ഹാങ് ചെയ്യാനുള്ള മറ്റേ പിടിക്കാനുള്ള സാധനമൊക്കെ ഉണ്ട്. എവിടെയാണ് 100 പേരെന്ന് എഴുതി വെച്ചേക്കുന്നുണ്ട്. എവിടെ? ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. മാക്സിമം ക്രൂവിനെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ്. എങ്ങനെ? ക്രൂവിനോട് കൂട്ടിയല്ലേ? ക്രൂ ഉൾപ്പെടെ 100 പേർക്ക് യാത്ര ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരാളിവിടെ ഇരുന്ന് മയങ്ങിപ്പോയി കേട്ടോ. ഭയങ്കര അവശതയായിട്ടുണ്ട്. നമ്മുടെ ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലൊക്കെ കിടക്കുന്നുണ്ടോ? ഇന്ത്യൻ കോസ്റ്റ് ഗാർഡിൻ്റെ കപ്പലൊക്കെ അവിടെ കുറേ കിടപ്പുണ്ട്. ബോട്ടുകൾ കിടപ്പുണ്ട്. ഒരുപാടുണ്ട്. രസമുണ്ട് കാണാനായിട്ട്. സെൻട്രൽ ഒരുപാട് ഷിപ്പുകൾ കാണാനുണ്ട്. എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നമുക്കറിയത്തില്ല. വേസ്റ്റുകൾ ഒഴുകി നടപ്പുണ്ട് കേട്ടോ. വേസ്റ്റുകൾ അതെ, മേളിൽ ഇത്ര കൊണ്ട് അടിയിലേക്ക് എന്തോരം ഉണ്ടാവും, താഴ്ന്നുണ്ടാവും. വളരെ മോശം. അങ്ങനെ ആളുകൾ ഇങ്ങനെ വേസ്റ്റുകൾ വലിച്ചെറിയുന്നല്ലേ. നമ്മുടെ നേരത്തെ കണ്ട നമ്മുടെ MSC അതാ കിടക്കുന്നത്. ഇതല്ലേ MS. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് നടക്കണ്ട, അങ്ങേയറ്റത്ത് തന്നെ പോയി ഇറങ്ങും നമ്മൾ അല്ലേ? അറിയത്തില്ല. അങ്ങനെ ആയിരിക്കാം സംഭവിക്കുന്നത്. എന്തായാലും ഹൈക്കോർട്ടിന്റെ അവിടെയാണ് പോയി ഇറങ്ങുന്നത്. നമ്മുടെ വണ്ടി എവിടെ നിർത്തിയിട്ടിരിക്കുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അല്ല, അതിന്റെ അടുത്ത് തന്നെ ആയിരിക്കും പോയി മിക്കവാറും ഇറങ്ങുന്നത് എന്ന് വിചാരിക്കുന്നു.
അതിൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും പോയി ഇറങ്ങുന്നത് ആയിരിക്കും എന്ന് നമ്മുടെ വിശ്വസിക്കും. വിചാരമല്ലേ, അതെ ആയിരിക്കും. അവിടെ ചെന്ന് ഇറങ്ങി കഴിയുമ്പോൾ ഏതാണ്ടൊരു ഊഹം കിട്ടും. കപ്പലുകൾ എത്ര എണ്ണം അടിക്കും കിടക്കുന്നത് അതെ അതെ അതെ, ഇഷ്ടം പോലെ. രസമല്ലേ? അതായത് ഒരു കായലിന്റെ കടലിന്റെ പകുതി വിഴുങ്ങി കപ്പല് അല്ലേ? ഒരു കടലിന്റെ പകുതി വിഴുങ്ങാനോ? കടൽ എന്തോരം ഉണ്ട്. അതാ പറഞ്ഞ അതിന്റെ ഒരു പ്രദേശം മൊത്തം ഇങ്ങനെ വിഴുങ്ങിയ പോലെ ആയിപ്പോയി ആ ഒരു സാധനം വന്ന് നിൽക്കുമ്പോൾ. ഇത് ചെറുത്, അപ്പൊ വലിയ കപ്പലുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലേ? അത്രേ വരവുള്ളായിരിക്കും കപ്പല്. വലുതോ? അല്ല, കരയിലേക്ക് അടുക്കാൻ പറ്റൂലല്ലോ. അല്ല, അതാ പറഞ്ഞ ഓരോന്നിനും എല്ലാത്തിനും പറ്റിയല്ലോ എടുക്കാനായിട്ട്. ഇല്ല, ചിലത് കടലിന്റെ നടുക്കല്ലേ നമുക്ക് വിടുന്നത്, കുറേ ഉള്ളിലേക്കല്ലേ. ചെറുതായതുകൊണ്ടായിരിക്കും ഇത്രയും അടുത്ത് വന്ന് നമുക്ക് വിട്ടേക്കുന്നത്. ഒരു എന്നെ ഒലച്ചില്ലല്ലേ? ഒലയാൻ തുടങ്ങിയല്ലോ. അയ്യോ, എന്റെ അമ്മയെ ഒലയാൻ തുടങ്ങി. അതിനാ എന്നെ ഒലച്ചില്ലല്ലേ? ഇവിടെ തിരകൾക്ക് ഭയങ്കര ശക്തിയാണ് തോന്നുന്നു. തിരയുടെ ആയിരിക്കും അല്ലേ? ഭയങ്കര ഒലച്ചിൽ. അത് കടി അത് ആടി ഒലയുന്നുണ്ട് ശരിക്ക്. ഇപ്പൊ ആട്ടം നിന്നേ ശരിക്കും ഭയങ്കരമായിട്ട് കാണാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ചങ്കടിക്കാൻ തുടങ്ങാം. കാറ്റിന്റെ ആണെന്ന് തോന്നുന്നു. അതല്ല, നിനക്ക് നീന്താനൊക്കെ അറിയാലോ അല്ലേ? അതേ അറിയില്ലാത്തതുള്ളൂ, ബാക്കിയെല്ലാം അറിയാം അല്ലേ? ഓടാനും ചാടാനും ഒക്കെ അറിയാം. ഭയങ്കരമായിട്ടൊരു കാലാവസ്ഥയില പ്രതികൂലമായിട്ട് വന്നു കഴിഞ്ഞാലേ പേടിയാവുമല്ലേ ശരിക്കും പറഞ്ഞാൽ. വീണ്ടും തുടങ്ങി പന്നെ ആട്ടം തുടങ്ങിയ ഭയങ്കര ആട്ടമായി ഗൈസ്. തല കറങ്ങുന്നു. തല ഇറങ്ങുന്നുണ്ടോ? നമ്മുടെ കപ്പലിന്റെ അടുത്തൂടെ വന്നു കേട്ടോ. നമ്മള് സൂമൊന്നും ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ്ട് കിടക്കുന്നത്. ഞാൻ ഇവിടെ ഇരുന്നത് നന്നായി. ഓപ്പോസിറ്റ് അല്ലേ പോകുന്നത്? അത് കണ്ടോണ്ടല്ലേ ഞാൻ പറയുള്ളൂ, അവിടെ ഇരുന്നോളാണ്ടല്ലേ ഞാൻ പറഞ്ഞത്. ഈ ട്രെയിനിൽ പോകുമ്പോഴും അങ്ങനെയാ, ഓപ്പോസിറ്റ് പോകുന്ന കാണുമ്പോൾ എന്തോ പോലെയാ. അല്ല, ഇവിടെ ഇരിക്കില്ല, പക്ഷെ ആ ഒരു ഫീല് തോന്നുന്നില്ല. എനിക്ക് എന്തോ പോലെ ആണോ? കണ്ടൽക്കാടുകൾ കണ്ടോ? കാട് കണ്ടോടി? കാട് കണ്ടോ? ഇത്രയും വന്നിട്ടും ഒരു കാട് വനം ഭൂമി കണ്ടില്ലല്ലോ. ഇപ്പൊ ശരിക്കും നമ്മള് കപ്പലിന്റെ ഒക്കെ അടുത്തൂടെ തൊട്ടി കിടക്കുന്ന പോലെ ഫീൽ കിട്ടുന്നല്ലേ? ഉറങ്ങി പോകുന്നില്ല, ആട്ടി ഇതുപോലെ പല കാഴ്ചകളും ഉണ്ടായിട്ട് ഇതൊക്കെ കയറിയുന്നത് ചാരി കിടന്ന് ഉറങ്ങുന്ന ആദ്യമായിട്ട് കയറുന്നതാണ്. എനിക്ക് പേടിയാണെന്ന് എനിക്ക് തോന്നുന്നത്. പേടി കൊണ്ട് കണ്ണിറുക്കി അടച്ചു പിടിച്ചിരിക്കുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. പേടിയാണല്ലേ? അതങ്ങനെ പറഞ്ഞാൽ മതി, നമുക്ക് ഉറക്കം വന്നോണ്ടാന്ന് പറഞ്ഞാൽ മതി, പേടിയാന്ന് പറയരുത്. എവിടെയാന്ന് അറിയത്തില്ല, പക്ഷെ എനിക്ക് നല്ല പച്ചപ്പൊക്കെ കാണുന്നില്ലേ? കാടുകളും കുറെ അല്ലേ? ഇല്ല, കണ്ടില്ല. അല്ല, ഇവിടെ നമ്മൾ ഈ കപ്പലിൽ ഒരുപാട് അകന്നാ പോയത്. ഇതിപ്പോ നമ്മൾ ഇതിന് അടുത്തുകൂടിയാ വന്നേ കപ്പലിന്റെ തൊട്ടടുത്തല്ലോ. എവിടെയാണെങ്കിലും കൊള്ളാം, നല്ല അടിപൊളി. ആ റോഡ് കാണുന്നുണ്ടോ? അപ്പുറം കണ്ടോ? പാലം കണ്ടോ? വണ്ടിയൊക്കെ പോന്നേ. നമ്മളെന്തായാലും കുറെ മാറിയാ വന്ന, ഏത് ഭാഗത്താണെന്ന് അറിയത്തില്ല, കുറെ മാറി ഇറങ്ങുന്നു. കാഴ്ചകളൊന്നും കാണാൻ ഞാനില്ല ഗൈസ്. പവനായി അങ്ങനെ ഉറങ്ങിപ്പോയി കേട്ടോ. പറഞ്ഞുകൊണ്ടിരുന്നതിനിടയ്ക്ക് ഇവിടുത്തെ കാടും പുഴയൊന്നും കാണാനായിട്ട് എന്നെക്കൊണ്ടൊക്കെ പറ്റുമല്ലെന്ന് പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് പോത്ത് പോലെ. എൻ്റെ പൊന്നോ, എനിക്കിങ്ങനെ ഉറങ്ങാൻ പറ്റത്തില്ല കേട്ടോ, ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ഉള്ളപ്പം. കേട്ടോ എത്തി ഇറങ്ങിയാലോ? എണീക്കോ പോകൂ. അത് ഓടിക്കുന്നുണ്ട്, ഒരു പെണ്ണാടി ഓടിക്കുന്നത്. അപ്പുറത്ത് പോകുന്ന അതോ? അല്ലല്ല, അങ്ങനെ നമ്മള് വാട്ടർ അത് രണ്ട് സൈഡിലും ആളുണ്ടെന്നേ. ഉണ്ടായിരിക്കും. അതിന്റെ അപ്പർ സൈഡിൽ ഒരാളോ ഇരിക്കുന്ന പോലെ എനിക്ക് തോന്നി. പോട്ടെ. അങ്ങനെ നമ്മളിവിടെ വന്ന് ഇറങ്ങി. അടിപൊളി കേട്ടോ. ഇത് എവിടെയാണ് ഇറങ്ങുന്നത് നമുക്ക് അറിയത്തില്ല. ഇറങ്ങി ചെന്ന് കഴിഞ്ഞാൽ മാത്രമേ ഒരു പിടുത്തം ഉണ്ടാവുള്ളൂ. ഉണ്ടോ? രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇത് നമ്മൾ വന്ന ജെറ്റ് ഒരെണ്ണം പോകാൻ റെഡിയായിട്ട് കിടക്കുന്നു. അടുത്തത് ഇറങ്ങി നോക്കിയാ അറിയാം. എന്നതാ?
അല്ല നമ്മള് വന്ന് ഇറങ്ങി കേറിയെടുത്താണോ? അത് ഇറങ്ങാൻ നേരത്തെ മനസ്സിലാവുള്ളൂ, പുറത്തിറങ്ങിയാലേ മനസ്സിലാവുള്ളൂ. അതെ അതെ വാ. ടിക്കറ്റ് വേണോ? ടിക്കറ്റ് കാണിക്കണ്ടല്ലോ അല്ലേ? അടുത്ത റൗണ്ട് ആൾക്കാർ കയറാൻ തുടങ്ങുവാണ്. ഇറങ്ങി പോകണമെങ്കിലും മറ്റേ കാർഡ് വേണമെന്ന് തോന്നുന്നു, സ്വൈപ്പ് ചെയ്യണമെന്ന് തോന്നുന്നേ. കാർഡ് വേണം. എന്തേരി കാർഡ് എന്തി? കാർഡ് സ്വൈപ്പ് ചെയ്യാതെ ഇറങ്ങാൻ പറ്റൂല. കാർഡിങ്ങാനും വണ്ടിയിൽ നിന്ന് വെള്ളത്തിൽ പോയെങ്കിലുണ്ടല്ലോ ഇവിടെ ഫൈനും കൊടുക്കേണ്ടി വരും. ഓർമ്മ കിട്ടി കിട്ടി. ആ ക്യാമറ കാർഡില്ല പെട്ടാനല്ലേ? എങ്ങനെ പുറത്തേക്കുള്ള വഴി. അപ്പോൾ നമ്മൾ എവിടെ എത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ വണ്ടി ഇട്ടേക്കുന്ന സ്ഥലം നമ്മൾ കണ്ടെത്തേണ്ടിയിരിക്കുന്നു കേട്ടോ. ഏത് ഭാഗത്തായിരിക്കും? നേരെ നടന്നാ മതി എന്നല്ലേ പറഞ്ഞേ? നേരെ അങ്ങോട്ടാണോ നടക്കണ്ടേ? ചോദിക്കാം ആരോടേലും ചോദിക്കാം. ബാ. ഇറങ്ങിയ ഭാഗം ഇതാണേ, ഹൈക്കോട്ട് ജംഗ്ഷനിലാണ് നമ്മൾ ഇറങ്ങിയത്. ഞങ്ങളിപ്പോൾ എവിടുന്ന വണ്ടി കൊണ്ടിട്ടേക്കുന്നു എന്നുള്ളൊരു പിടുത്തം ഇതുവരെ കിട്ടുന്നില്ല. അങ്ങോട്ടല്ലേ അടി? അങ്ങോട്ട് തന്നെ ആയിരിക്കും. അങ്ങോട്ട് കുറച്ച് നടന്നു നോക്കാം. അയാളുടെ ഭാഗത്തുനിന്ന് അല്ലേ? അങ്ങോട്ടാന്നേ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് ഒരു തരത്തിൽ കുറേ ദൂരം നടന്ന് നമ്മൾ നമ്മുടെ വണ്ടിയുടെ അടുത്തെത്തി. വഴി തെറ്റിപ്പോന്നു. കാലൊക്കെ ശരിക്കും പറഞ്ഞാൽ പൊട്ടി കേട്ടോ നടന്നിട്ട്. ഭയങ്കരമായിട്ട് ചെരുപ്പിട്ട് നടന്ന് നമ്മൾ അങ്ങനെ നടപ്പില്ലല്ലോ. ഈ എൻ്റെ ചെരുപ്പാണെങ്കിൽ ഷൂ മോഡൽ ചെരുപ്പ്, വൃത്തികെട്ട ചെരുപ്പ്. അത് ചെറിയ പേരിൽ കാലിൽ പൊട്ടിയിട്ടുണ്ട്, നല്ല വേദന. അതുപോലെ തന്നെ ചൂട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതുപോലെ നമ്മുടെ ഫോണിൻ്റെ ചാർജും തീർന്നു പോയിട്ട്, അല്ലെങ്കിൽ നമ്മൾ ഒരു വീഡിയോ കൂടെ ഒക്കെ എടുത്തേനെ, പക്ഷേ വീഡിയോ എടുക്കാനായിട്ടൊന്നും പറ്റിയില്ല. അങ്ങനെ പിന്നെ നമ്മൾ അങ്ങനെയൊന്നും ഇല്ല, നമ്മൾ ഇങ്ങനെ പോകുന്നു, വീഡിയോസ് എടുക്കുന്നു, അവിടെ ഇവിടെയൊക്കെ കാണുന്നതെല്ലാം നമ്മൾ ഒപ്പി എടുക്കുന്നു അല്ലേ. പിന്നെ ഓരോരുത്തർ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മുടെ യാത്രയുടെ ഉദ്ദേശം. ശരിക്കും എൻ്റെ മുഖം ഭയങ്കരമായിട്ട് ഇതില്ലേ, ടയർഡായില്ലേ? അതൊന്നാമത്തെ ഇവിടുത്തെ കാലാവസ്ഥ നമ്മുടെ അവിടുത്തെ കാലാവസ്ഥ അല്ലല്ലോ. അതെ, ആ പകല് വ്യത്യാസം. അപ്പൊ ഞാൻ പറഞ്ഞിട്ട് ആ വണ്ടിക്കകത്ത് വന്നിട്ട് നേരം ഫോണും കുത്തിയിടാം, നമുക്ക് ഇച്ചിരി നേരം AC കഴിച്ചില്ല. സമയം 2:10 ആയിരിക്കുകയാണ്. അതെ, അപ്പൊ നമുക്കിനി ഫുഡ് കഴിക്കണം. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കഴിക്കാൻ അവിടെ മറ്റേ നഗരസഭയുടെ അടിപൊളി അയ്യോ ഇപ്പോഴൊക്കെ ഭയങ്കര തിരക്കായിരിക്കും. അടിപൊളിയാണ് കേട്ടോ സംഭവം. നമുക്ക് മറ്റേ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്താൽ ഇവിടെ കൊണ്ട് തരുമായിരിക്കും അല്ലേ? അതായിരിക്കും സുഖം. ചാർജ് പോകും അല്ലേ? എന്നുവെച്ചാൽ വണ്ടിയിൽ ഫോണും കുത്തിയിടാം. നമ്മൾ ഹോട്ടലിൽ വെക്കേറ്റ് ചെയ്തില്ല, അവിടെ തന്നെ സ്റ്റേ കണ്ടിന്യൂ ചെയ്യാൻ ഓർത്തു. കാരണം നമ്മൾ നടന്ന് അലഞ്ഞ് വന്നപ്പോഴത്തേക്കും 11 മണിയായിരുന്നു, 12 മണിയായിരുന്നു മാക്സിമം സമയം. അത് കടന്നു പോയാൽ പിന്നെ എന്നാൽ പിന്നെ ഒരു ദിവസവും കൂടെ ഇവിടെ പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പം എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം കേട്ടോ. ഈ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി അടുത്ത ഭാഗത്ത് ഇനി എവിടെയാണ് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾ കമന്റ് ചെയ്യുക. നിങ്ങൾ കമന്റ് ചെയ്ത് കഴിയുമ്പോൾ അതെ, ഒന്നും ആരുടെയും വീഡിയോ നമ്മൾ എടുത്തിട്ടില്ല കേട്ടോ. കാരണം ഫോൺ എടുത്ത് ഓണാക്കി വീഡിയോ എടുക്കാനായിട്ട് ചാർജ് ഇല്ല. അത്യാവശ്യം മാത്രം എടുത്തു പോരുന്നുണ്ട്, ചാർജ് ഇല്ലായിരുന്നു. അവിടെ വന്നപ്പോഴത്തേക്ക് 4% ഫോണിൽ. പിന്നെ ഇവിടെ നമ്മൾ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ വണ്ടി കിടക്കുന്ന സ്ഥലം അറിയണമെങ്കിൽ ചിലപ്പോൾ ഫോട്ടോയും വീഡിയോ ഒക്കെ നോക്കിയാലേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിന്നെ ഫോൺ അധികം എടുത്തേ ഇല്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഞങ്ങൾ എന്തെങ്കിലും കഴിക്കാൻ മേടിക്കട്ടെ, എന്നിട്ട് കഴിച്ചിട്ട് അതെ ഇനി അടുത്ത വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ടിയിൽ കാണാം അല്ലേ. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ. ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ വീഡിയോ ഒക്കെ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഓക്കെ, ബൈ. ഞങ്ങളൊരു പുതിയ ഫോൺ മേടിച്ചു. ഞങ്ങൾ പുതിയൊരു വയർലെസ് ചാർജർ മേടിച്ചു. ഇതാണ് കേട്ടോ. നമ്മൾ മറൈൻ ഡ്രൈവിൽ നിന്നാണ് മേടിച്ചിരിക്കുന്നത്. മറൈൻ ഡ്രൈവ് ചേട്ടനെ പരിചയപ്പെട്ട കേട്ടോ. ഇൻഫ്ലുവൻസറാ. യൂട്യൂബ് ചെക്ക് പണ്ണ ഹിന്ദി അല്ല ചേട്ടനല്ലേ? ഹിന്ദി പറയുന്ന തമിഴ് പറയുവാണ്. ഇത് ബോട്ടിന്റെ ഒരു വയർലെസ് ചാർജർ. ചാർജില്ല എന്നുള്ള വെച്ചാൽ പരാതി മാറാൻ വേണ്ടിയിട്ട് ഇതാ ഒരു ചാർജർ ഐഫോണിന് വേണ്ടി മേടിച്ചിരിക്കുകയാണ്. ഇത് ഐഫോണിൽ ഇങ്ങനെ ഒട്ടിച്ച് വെക്കുക, അപ്പം ചാർജ് കയറും. എൻ്റെ ഐഫോണ് അതിലാണല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നതല്ലേ. അപ്പോൾ ഇവിടെ നിന്ന് മേടിച്ച് ഞാൻ എൻ്റെ ഫോണൊരു കവറ് മേടിച്ചു.
പിന്നെ ഫ്രണ്ടിലെ ഗ്ലാസ് പൊട്ടി തകർന്നിരിക്കുകയായിരുന്നു. ആ തകർന്ന ഗ്ലാസ് മാറ്റിയപ്പോൾ തന്നെ ഫോൺ പുതിയതായി. പിന്നെ എൻ്റെ കവർ ഇതാ ഇങ്ങനെയായി പോയായിരുന്നു. ആ കവർ ഞാൻ പുതിയത് മേടിച്ചു. ഫേസ്ബുക്ക് എവറിത്തിങ് കാണാൻ രസമുണ്ട്. കാണാൻ രസമുണ്ട് ചേ. ഓക്കെ ഗോട്ട് ഇറ്റ്. ഓക്കെ വാച്ച്. പ്ലീസ് വാച്ച്. പിടിച്ചോ. എന്നാ ശരി. അപ്പോൾ നമ്മൾ സാധനം മേടിച്ചിട്ടുണ്ട് കേട്ടോ. പൈസ വേണ്ടല്ലോ ഇനി. പൈസ വേണ്ട, വീഡിയോ പ്രൊമോഷൻ ചേട്ടൻ ഇരിക്കുക. കേബിൾ ഉണ്ട്. ആ ഓക്കെ ഓക്കെ. തട്ടക്കട മറൈൻ ഡ്രൈവിലുള്ള 5G മൊബൈൽ കടയാണ്. ദാണ്ടേ നിൽക്കുന്നത്. നമ്മളിങ്ങനെ ഓരോ സ്ഥലങ്ങളിലൂടെ പോകുമ്പോൾ ഓരോ ആളുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടും നിങ്ങളെ പരിചയപ്പെടുത്തിക്കൊണ്ടും ഞങ്ങൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെ കൂടെ ആ കൂട്ടത്തിൽ ഓരോരുത്തരെ പരിചയപ്പെടുത്തണം. ഞങ്ങളിവിടെ നല്ല ഡിസ്കൗണ്ടിൽ ചേട്ടൻ കുറച്ച് സാധനങ്ങൾ തന്നു. ഒരു മൊബൈലിൻ്റെ ഡിസ്പ്ലേയിൽ ഒട്ടിക്കുന്ന ഇത് മേടിച്ചു, ഐഫോണിൻ്റെ ഇതിൽ ഒട്ടിക്കുന്നത് മേടിച്ചു, അതുപോലെ തന്നെ ഐഫോണിൻ്റെ കവർ മേടിച്ചു, ഇതിൻ്റെ കവർ മേടിച്ചു, ഒരു പവർ ബാങ്ക് മേടിച്ചു. പവർ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയർലെസ് ചാർജറാണ്. അപ്പോൾ എല്ലാം കൂടെ ചേട്ടൻ നല്ല ഡിസ്കൗണ്ടിൽ തന്നിട്ടുണ്ട്. സാധനം അടിപൊളി. ഇവിടെ അപ്പം നിങ്ങൾ ആരിലൊക്കെ വരുവാണെങ്കിൽ ഇവിടെ വരിക. 5G മൊബൈൽസ് അല്ലേ, മറൈൻ ഡ്രൈവിൽ. അതിന്റെ പേരെങ്ങനെയാ? സുരേഷ്. രാജസ്ഥാൻ. 5 വർഷമായി. മലയാളം നല്ല അറിയാമല്ലോ. കേട്ടാ മനസ്സിലാവും അല്ലേ? ഓക്കെ.